നമ്മുടെ ജനറ്റിക് മെറ്റീരിയലായ DNA-യുടെ ഘടനയിലുള്ള വ്യതിയാനങ്ങൾ പരിശോധിച്ച് വ്യക്തികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രീയ രീതിയായ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. +2 ബയോളജിയിലെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിലെ പാഠഭാഗമാണ് ഇത്. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. DNA ടൈപ്പിംഗ്, അതുപോലെ DNA പ്രൊഫൈലിംഗ് എന്നീ പേരുകളിലും DNA ഫിംഗർ പ്രിൻറ്റിംഗ് അറിയപ്പെടുന്നുണ്ട്. 1985 സർ അലക് ജെഫ്രി എന്ന ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റാണ് DNA പ്രൊഫൈലിംഗ് എന്ന ഈ ശാസ്ത്രീയ രീതി വികസിപ്പിച്ചെടുത്തത്. എല്ലാ മനുഷ്യരിലെയും DNA-യിലെ 99.9% ബേസുകളും ഒരേപോലെയാണ് കാണപ്പെടുന്നത്. വളരെ കുറഞ്ഞ ഭാഗങ്ങളിൽ മാത്രമാണ് വ്യക്തികൾ തമ്മിൽ ഈ വ്യത്യാസം കാണപ്പെടുന്നത്. നമ്മുടെ DNA മോളിക്യൂൾസിൽ ജീനുകളായി പ്രവർത്തിക്കുന്ന ഭാഗമാണ് എക്സോൺസ് എന്നറിയപ്പെടുന്നത്. ബാക്കി വരുന്ന ഭാഗങ്ങളെയാണ് ഇൻട്രോൺസ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇൻട്രോൺസ് കാണപ്പെടുന്ന DNA-യുടെ ഭാഗങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ചില അടിസ്ഥാന ജനിതക ഘടകങ്ങൾ കണ്ടെത്തി. ഇവ നിരന്തരം ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇവയുടെ ആവർത്തനങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം കാണപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ DNA സീക്വൻസുകളെയാണ് VNTRs അല്ലെങ്കിൽ വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് എന്ന് വിളിക്കുന്നത്. ചെറിയ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളായി കാണപ്പെടുന്ന ഈ ഭാഗങ്ങൾ ഒരു പ്രോട്ടീൻ മോളിക്യൂൾസിനെയും കോഡ് ചെയ്യുന്നില്ല. DNA-യുടെ ചില ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള സ്പെസിഫിക് സീക്വൻസസ് തുടർച്ചയായി പല തവണ ആവർത്തിക്കുന്നതായി കാണാം. ഈ സീക്വൻസുകൾ ആവർത്തിക്കപ്പെടുന്ന നമ്പർ ഓരോ വ്യക്തിയിലും സ്പെസിഫിക് ആയിരിക്കും. അതുപോലെ ഈ സീക്വൻസ് ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ സീക്വൻസിൻ്റെ എണ്ണം ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന്, ഒരു വ്യക്തിയുടെ DNA-യിൽ ഒരു സ്പെസിഫിക് ജീൻ ലോക്കസിൽ ACAC എന്നു പറയുന്ന ഒരു സ്പെസിഫിക് സീക്വൻസ് 55 തവണയും അതുപോലെ മറ്റൊരു ലോക്കസിൽ ഇതേ സീക്വൻസ് 115 തവണയും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു എന്ന് വിചാരിക്കുക. അതേസമയം മറ്റൊരു വ്യക്തിയുടെ DNA നമ്മൾ നോക്കുന്ന സമയത്ത് ഇതേ സീക്വൻസ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നതായി കാണാം. പക്ഷേ ആ റിപ്പീറ്റ് ചെയ്യുന്ന സീക്വൻസുകളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെ തുടർച്ചയായി കാണപ്പെടുന്ന ഈ ഷോർട്ട് സീക്വൻസസിനെയാണ് VNTRs എന്ന് പറയുന്നത്. ഈ വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സിനെ അടിസ്ഥാനമാക്കിയാണ് DNA പ്രൊഫൈലിംഗ് വഴി വ്യക്തികളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഐഡൻറ്റിക്കൽ ട്വിൻസിൽ സെയിം റിപ്പീറ്റ്സ് ആയിരിക്കും കാണപ്പെടുന്നത്. അടുത്തതായി നമുക്ക് DNA ഫിംഗർ പ്രിൻറ്റിംഗ് ടെക്നിക്കിൻ്റെ പ്രൊസീജിയർ ഒന്ന് പരിചയപ്പെടാം. DNA പ്രൊഫൈലിങ്ങിലെ ഒന്നാമത്തെ ഘട്ടമാണ് ഐസൊലേഷൻ ഓഫ് DNA. ബ്ലഡ് സാമ്പിൾ, സെമൻ, സലൈവ അല്ലെങ്കിൽ മറ്റു ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ടിഷ്യൂസ് എന്നിവയിൽ നിന്നും ഹൈ സ്പീഡ് സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്ക് വഴി DNA വേർതിരിച്ചെടുക്കുന്നതാണ് DNA പ്രൊഫൈലിങ്ങിലെ ഒന്നാമത്തെ ഘട്ടം. 2. ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA.
നമ്മൾ ശേഖരിച്ച DNA-യുടെ കൂടുതൽ കോപ്പികൾ ലഭിക്കുന്നതിനായി PCR ടെക്നിക് വഴി DNA-യുടെ കൂടുതൽ കോപ്പികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഘട്ടമാണ് ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA. കാരി ബി മുള്ളിസ് എന്ന സയൻറ്റിസ്റ്റാണ് PCR അല്ലെങ്കിൽ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ എന്ന ടെക്നിക് വികസിപ്പിച്ചെടുത്തത്. 3. ഡൈജഷൻ ഓഫ് DNA. സൈറ്റ് സ്പെസിഫിക്കായ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈമുകളുടെ സഹായത്തോടെ DNA-യെ ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റുകളാക്കി മാറ്റുന്നു. ഇങ്ങനെ ലഭിക്കുന്ന DNA ഫ്രാഗ്മെൻറ്റുകളിൽ വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സും ഉണ്ടായിരിക്കും. 4ാമത്തെ ഘട്ടമാണ് സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ബൈ ഇലക്ട്രോഫോറസിസ്. മുറിച്ചെടുത്ത DNA ഫ്രാഗ്മെൻറ്റ്സ് ഇലക്ട്രോഫോറസിസ് ടെക്നിക് വഴി DNA ഫ്രാഗ്മെൻറ്റ്സിൻ്റെ ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കപ്പെടുന്ന ഘട്ടമാണ് സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ്. ഇങ്ങനെ വേർതിരിച്ചതിന് ശേഷം ആൽക്കലൈൻ കെമിക്കൽസ് ഉപയോഗിച്ച് ഡബിൾ സ്ട്രാൻഡഡ് DNA-യെ സിംഗിൾ സ്ട്രാൻഡഡ് DNA-ആയി സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. 5. സതേൺ ബ്ലോട്ടിംഗ്. ഇലക്ട്രോഫോറസിസ് വഴി ഐസൊലേറ്റ് ചെയ്തെടുത്ത DNA ഫ്രാഗ്മെൻറ്റ്സിനെ ഈ ജെല്ലിൽ നിന്നും നൈട്രോ സെല്ലുലോസ് അല്ലെങ്കിൽ ഒരു നൈലോൺ മെംബ്രെയിനിലേക്ക് കോപ്പി ചെയ്യുന്ന ഘട്ടമാണ് സതേൺ ബ്ലോട്ടിംഗ്. EM സതേൺ എന്ന സയൻറ്റിസ്റ്റാണ് ഈ ടെക്നിക് കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഈ ടെക്നിക് സതേൺ ബ്ലോട്ടിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ഘട്ടമാണ് ഹൈബ്രിഡൈസേഷൻ യൂസിങ് VNTR പ്രോബ്. ആദ്യമായി വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സിലെ റീജിയൻസിലെ ന്യൂക്ലിയോടൈഡ്സിന് കോംപ്ലിമെൻ്ററി ആയി ന്യൂക്ലിയോടൈഡുകൾ ഉപയോഗിച്ച് ലബോറട്ടറിയിൽ വെച്ച് DNA പ്രോബ്സ് നിർമ്മിച്ചെടുക്കുന്നു. ഇതാണ് VNTR റീജിയനിലെ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്ന് വിചാരിക്കുക. അഡിനിൻ, സൈറ്റോസിൻ, തൈമിൻ, സൈറ്റോസിൻ, അഡിനിൻ. ഈ റീജിയനിലെ ന്യൂക്ലിയോടൈഡ്സിന് കോംപ്ലിമെൻ്ററി ആയാണ് നമ്മൾ DNA പ്രോബ് ലബോറട്ടറിയിൽ നിർമ്മിക്കുന്നത്. അതായത് VNTR റീജിയനിലെ ഈ സീക്വൻസിന് കോംപ്ലിമെൻ്ററി ആയി, അതായത് അഡിനിന് കോംപ്ലിമെൻ്ററി ആയി തൈമിൻ, സൈറ്റോസിന് കോംപ്ലിമെൻ്ററി ആയി ഗ്വാനിൻ, തൈമിന് കോംപ്ലിമെൻ്ററി ആയി അഡിനിൻ, സൈറ്റോസിന് കോംപ്ലിമെൻ്ററി ആയി ഗ്വാനിൻ, അഡിനിന് കോംപ്ലിമെൻ്ററി ആയി തൈമിൻ എന്നിങ്ങനെയുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ ചേർത്ത് നമ്മൾ നിർമ്മിക്കുന്ന DNA സെഗ്മെൻറ്റ്സിനെയാണ് DNA പ്രോബ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന DNA പ്രോബ്സ് റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. ഇങ്ങനെ നമ്മൾ നിർമ്മിക്കുന്ന റേഡിയോ ആക്റ്റീവ് DNA പ്രോബ്സ് നൈലോൺ ഷീറ്റിലുള്ള സ്പെസിഫിക് കോംപ്ലിമെൻ്ററി DNA സീക്വൻസുമായി ബൈൻഡ് ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതാണ് നമ്മുടെ സ്പെസിഫിക് DNA സീക്വൻസ്. ഇതാണ് നമ്മൾ നിർമ്മിച്ചെടുത്ത DNA പ്രോബ്, റേഡിയോ ആക്റ്റീവ് DNA പ്രോബ്. ഈ DNA പ്രോബും ഈ സ്പെസിഫിക് DNA സീക്വൻസും തമ്മിലാണ് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. DNA പ്രൊഫൈലിങ്ങിലെ അവസാന ഘട്ടമാണ് ഓട്ടോ റേഡിയോഗ്രഫി. ഈ നൈലോൺ ഷീറ്റിലെ ഏതെല്ലാം DNA ഫ്രാഗ്മെൻറ്റുകളുമായി റേഡിയോ ആക്റ്റീവ് DNA പ്രോബ്സ് ബൈൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നതിനായാണ്
ഈ ഓട്ടോ റേഡിയോഗ്രാഫി എന്ന ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. നൈലോൺ ഷീറ്റിലെ DNA സീക്വൻസും അതുപോലെ റേഡിയോ ആക്റ്റീവ് DNA പ്രോബും തമ്മിൽ ബൈൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനായി ഈ നൈലോൺ ഷീറ്റിനെ ഒരു എക്സ്റേ ഫിലിമിലേക്ക് പകർത്തുന്നു. ഈ എക്സ്റേ ഫിലിം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് പ്രോബ്സ് ബൈൻഡ് ചെയ്ത സ്ഥലത്ത് നല്ല ഡാർക്ക് ബാൻഡുകൾ ഫോം ചെയ്തിരിക്കും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഓട്ടോ റേഡിയോഗ്രാഫി എന്ന് വിളിക്കുന്നത്. ഈ 7 ഘട്ടങ്ങളിലൂടെയാണ് DNA പ്രൊഫൈലിംഗ് എന്ന പ്രക്രിയ പൂർത്തിയാവുന്നത്. അടുത്തതായി നമുക്ക് ഈ ടെക്നിക്കിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് നിരവധി മേഖലകളിൽ DNA പ്രൊഫൈലിംഗ് ഉപയോഗിക്കുന്നുണ്ട്. പാരൻ്റൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവുന്ന സമയത്ത് കുട്ടികളുടെ പിതൃത്വ പരിശോധനയ്ക്കും മാതൃത്വ പരിശോധനയ്ക്കും വേണ്ടി DNA പ്രൊഫൈലിംഗ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട പ്രതികളെ തിരിച്ചറിയുന്നതിനു വേണ്ടിയും DNA പ്രൊഫൈലിംഗ് ഉപയോഗിക്കുന്നു. കുടിയേറ്റക്കാരുടെ രക്തബന്ധങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി DNA പ്രൊഫൈലിംഗ് എന്ന ടെക്നിക്ക് ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതുപോലെ എവല്യൂഷണറി സ്റ്റഡീസിന് വേണ്ടിയും DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ശവശരീരങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയും DNA പ്രൊഫൈലിംഗ് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ നിരവധി മേഖലകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയായ DNA ഫിംഗർ പ്രിൻറ്റിംഗ് അല്ലെങ്കിൽ DNA പ്രൊഫൈലിംഗ് അല്ലെങ്കിൽ DNA ടൈപ്പിംഗ് എന്ന ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കിയത്. ഈ ചാപ്റ്ററിലെ അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.